മാണി സാറിനെ തൊട്ടാൽ ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയാണെന്ന് ഇന്നലെ നമുക്കെല്ലാം ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ ഇല്ലാത്ത സ്നേഹവുമായി ഇതാ ഒരാൾ രംഗത്ത് വന്നിരിക്കുന്നു. മറ്റാരുമല്ല, ദില്ലിയിൽ കഴിയുന്ന കോൺഗ്രസ് ദിവ്യൻ ശ്രീമാൻ PJ കുര്യൻ. മാണി സാറിനോട് തൻ്റെ പാർട്ടി ഇരട്ട നീതി കാട്ടി എന്ന പേരിൽ ചാണ്ടി സാറിനെയും കൂട്ടരെയും തള്ളിപ്പറഞ്ഞിരിക്കുന്നു കുര്യൻ സാർ. ഒന്നും കാണാതെ കുര്യൻ നായർ ഇങ്ങനെയൊന്നും പറയില്ലെന്നാണ് കോൺഗ്രസ് ബുദ്ധി കേന്ദ്രങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത്. കേരള കോൺഗ്രസിന് സമദൂരമാണ് ശരിയെന്ന് തോന്നുന്നെങ്കിൽ അവർ തീർച്ചയായും ആ തീരുമാനം എടുക്കണം. അതിലെന്താ തെറ്റ്? അതാണ് ശരിയെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അത് അവരാണ് തീരുമാനിക്കേണ്ടത്. അവരങ്ങൊരു തീരുമാനമെടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് ആ പാർട്ടിയുടെ തീരുമാനമാണ്. അതിനകത്ത് ആ പാർട്ടിക്ക് അങ്ങനെ തീരുമാനിക്കാൻ അവകാശമില്ല എന്ന് പറയേണ്ടത് എൻ്റെ കാര്യമല്ല. കുര്യൻ സാറിൻ്റെ അമ്പ് കൊള്ളേണ്ടിടത്ത് കൊണ്ടപ്പോൾ അവിടെ നിന്ന് മറുപടിയും കിട്ടി. തിരുവല്ലയിൽ മാണി സാറിൻ്റെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചതിൻ്റെ പേരിൽ കിട്ടിയ ബ്ലാക്ക് മാർക്ക് മായ്ച്ചു കളയാനുള്ള കുര്യൻ സാറിൻ്റെ വേലയായിരുന്നു ഈ പുകഴ്ത്തിപ്പറയൽ. എന്നാൽ ഈ ബുദ്ധി ജോസഫ് വാഴക്കൻ അങ്ങ് തകർത്ത് കളഞ്ഞു. അല്ല, മാണി സാറ് വിട്ടുപോകാനായി പുറത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്നോ രണ്ടേ ഉള്ളൂ. അതിലൊരെണ്ണം തിരുവല്ല തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ കോൺഗ്രസിൻ്റെ നേതാക്കൾ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഞങ്ങളല്ല മറുപടി പറയുന്നത്, അദ്ദേഹം തന്നെയാണ് ഏത് സാഹചര്യത്തിലാണ് കുര്യൻ സാർ അങ്ങനെ പറയേണ്ടി വന്നതെന്ന്, അങ്ങനൊരു നിലപാടെടുത്തത് എന്തുകൊണ്ടാണെന്ന് കുര്യൻ സാർ വിശദീകരിക്കേണ്ട കാര്യമാണ്. അത് ഞങ്ങളുടെ തലയിലേക്ക് വെച്ചാൽ അത് ശരിയാവില്ല. UDF തന്നെ കേരള കോൺഗ്രസ് നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ അഭിപ്രായം. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് വരെ UDF നിൽക്കുമെന്നുള്ള പ്രതീക്ഷയുമാണ് എനിക്ക്. പരാതികൾ മാണി സാറിനുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടേണ്ടത്, അതിനൊരു സംശയമില്ല. അതിന് UDF നേതാക്കൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. ഇരട്ട നീതിയുടെ കാര്യത്തിൽ കുര്യൻ സാറ് അത് നേരത്തെ ഒരിക്കലും ഉന്നയിക്കുകയും അതിൻ്റെ വിശദീകരണം പാർട്ടിയിൽ നിന്ന് കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ അന്ന് ഗവൺമെൻറ്റിൽ നിന്ന്. അദ്ദേഹത്തിന് അത് ബോധ്യപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ വീണ്ടും അത് ഉന്നയിച്ചത് ഏതർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല. ഇരട്ട നീതി എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. രണ്ടും രണ്ട് സാഹചര്യങ്ങളാണ് മാണി സാറിൻ്റെ കാര്യത്തിലുണ്ടായതും ശ്രീ K. ബാബുവിൻ്റെ കാര്യത്തിലുണ്ടായതും. കുര്യൻ സാറിനെ പോലെയൊക്കെ ഇത്ര സീനിയറായിട്ടുള്ള ആളുകൾ വെറുതെ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിൽ പറയുന്നത് ഒട്ടും ശരിയല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. തിരുവല്ലയിൽ കുര്യൻ തോൽപ്പിച്ചതിൻ്റെ പേരിലാണ് മാണി സാർ മുന്നണി വിട്ടതെന്നാണ് ജോസഫ് വാഴക്കൻ്റെ കണ്ടെത്തൽ. എന്നിട്ടിപ്പോൾ നല്ല പിള്ളയാകാൻ നടക്കുന്നു. മാണി സാറിനെ തണുപ്പിക്കാൻ ഒരു പ്രസ്താവനയും. എന്തായാലും മാണി സാറിൻ്റെ പേരിലെ തല്ല് തുടർന്നുകൊണ്ടേയിരിക്കും. ചരിത്ര പുരുഷന്മാരെയും നവോത്ഥാന നേതാക്കളെയുമെല്ലാം സ്വന്തമാക്കാൻ ചില പാർട്ടികൾ മത്സരം പൊടി പിടിച്ചിരിക്കുകയാണല്ലോ. തങ്ങളുടെ സ്വന്തമാക്കി മാറ്റാൻ BJP ഒരു ചരിത്ര പുരുഷനെ കണ്ടെത്തിയിട്ടുണ്ട്. മറ്റാരുമല്ല, കേരള ഗാന്ധി കേളപ്പൻ. കേളപ്പജിയെ തങ്ങളുടെ നേതാവാക്കുന്നതിന് ചില കാരണങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് കുമ്മനംജി. ഇന്ന് കേളപ്പജിയുടെ ജന്മദിനാഘോഷങ്ങൾ കേരളത്തിലെമ്പാടും നടക്കുമ്പോൾ രാജ്യസ്നേഹികളെയും ദേശാഭിമാനികളെയും ഒട്ടേറെ വേദനിപ്പിക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിലെ മാറി മാറി വന്ന സർക്കാരുകൾ സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മറവ് ചെയ്ത തവനൂരിൽ ഒരു സ്മാരകമുണ്ടാക്കാൻ ഇന്നേ വരെ മാറി മാറി ഭരിച്ച LDF-നോ UDF-നോ കഴിഞ്ഞിട്ടില്ല. ഈ നാടിനു വേണ്ടി ഇത്രയധികം ത്യാഗം സഹിച്ച കേരള ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്ന കേളപ്പജിയെ സ്മരിക്കാനോ അദ്ദേഹത്തിൻ്റെ ജന്മദിന ആഘോഷങ്ങൾ പങ്കുചേരാനോ കേരള സർക്കാർ കഴിയാത്തത്, അതിനോടൊരു നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നത് ദേശസ്നേഹികളെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനിപ്പിക്കുന്ന ഒരു സത്യമാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കേളപ്പജിയെ ഉപേക്ഷിച്ചു. ഈ നാടിനു വേണ്ടി ഇത്രയധികം ത്യാഗം സഹിച്ചിട്ടുള്ള കേരള ഗാന്ധി ഇന്ന് ജനമനസ്സുകളിൽ ജ്വലിക്കുന്ന ഓർമ്മയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേളപ്പജിയെ വധിക്കാൻ തീരുമാനിച്ച പ്രസ്ഥാനമാണ്. അദ്ദേഹം അങ്ങാടിപ്പുറം ക്ഷേത്രത്തിൻ്റെ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാത്മാവാണ്. മലപ്പുറം ജില്ലയ്ക്കെതിരെ നടന്ന ഉജ്ജ്വലമായ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത മഹാത്മാവാണ്. ഇക്കാരണങ്ങളാൽ തന്നെ കേളപ്പജിയെ വിസ്മരിക്കുന്നവരാണ് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും. പക്ഷേ കേളപ്പജി ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ വീണ്ടും ഒരു സത്യാഗ്രഹം ഇരിക്കേണ്ടി വന്നേനെ, ഈ ആപത്തിൽ നിന്നും സ്വയം രക്ഷ നേടാൻ. വിദ്യാഭ്യാസം ഏറ്റവും ലാഭമുള്ള ബിസിനസ്സായി മാറിയ നാട്ടിൽ കച്ചവടക്കാരുടെ വേദവാക്യമാണിത്. സംസ്ഥാനത്തെ മെഡിക്കൽ പ്രവേശനത്തിൻ്റെ പേരിൽ കച്ചവടക്കാർ കാശിനായി ഒറ്റക്കെട്ടായി പറയുന്നതും ഇതുതന്നെ. അല്ല, മാനേജ്മെന്റുകൾ ഏകീകൃത ഫീസ് ആവശ്യപ്പെടുന്നു. അതാണ് അതിന്റെ കാര്യം, ഏകീകൃത ഫീസ്. അപ്പോൾ ഏകീകൃത ഫീസിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വേണമെങ്കിൽ തീർച്ചയായും അതിനൊരു കോമ്പൻസേഷൻ വേണം.
ഫീസായിട്ടുള്ള 25,000 രൂപയാണ് അവരോട് വാങ്ങുന്നത്. അതിൽ വർധനവ് വരുത്താനേ സർക്കാരിന് സാധിക്കില്ല എന്നുള്ളത് എല്ലാവരും അറിയുന്ന കാര്യമാണ്. അത് സർക്കാർ കർശനമായിട്ടും പറഞ്ഞു. ബാക്കി 30% ഫീസ് ഇളവ് കിട്ടുന്ന ഫീസാണ്. അതാണ് 50% സർക്കാർ മെറിറ്റ് സീറ്റിൻ്റെ പരിഗണന എന്ന് പറയുന്നത്. ആ 30%-നകത്ത് 1,85,000 രൂപയാണ് കഴിഞ്ഞ തവണ വാങ്ങിയത്. 10% വർധനവ് എല്ലാ വർഷവും അതിലുണ്ടാവാറുണ്ട്. അതിൽ കൂടിയൊരു വർധനവ് ഈ 30% വരുന്ന മെറിറ്റ് സീറ്റിൽ വരുത്തണം എന്നുള്ള നിർദ്ദേശം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സബ്സിഡി അനുഭവിക്കുന്ന ഈ 50% മെറിറ്റ് സീറ്റിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുള്ള സമീപനം തന്നെയാണ് ഞങ്ങൾ ഇന്നും സ്വീകരിച്ചത്. അതിൽ വർധനവുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അത് അവർക്ക് സ്വീകാര്യമായില്ല. അവർ പുതിയ സാഹചര്യവും അവർക്കുണ്ടായ തെളിവും ചെലവും എല്ലാം സൂചിപ്പിച്ചുകൊണ്ട് അതിനകത്തൊരു വർധനവ് വരുത്തേണ്ടതായിട്ടുണ്ട് എന്നും അവർ പറയും. അതെല്ലാം അത് ഇതിന്റെ ഒരു ഇഷ്യൂവിൽ വരുന്നതല്ല, വിഷയമല്ല, തർക്കമില്ല. അത് എത്രയെന്ന് ഫിക്സ് ചെയ്യാൻ രണ്ടുപേരും തയ്യാറാണ്. ഈ 30% പറ്റിയിട്ടാണ് തർക്കങ്ങൾ. ഇങ്ങനെ കാശിന് വേണ്ടിയും മറ്റ് നേട്ടങ്ങൾക്ക് വേണ്ടിയും പോരടിക്കുന്ന ആളുകളെ ഉപദേശിക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് തന്നെ രംഗത്ത് വരികയാണ്. നടക്കാത്ത സ്വപ്നങ്ങളാണെങ്കിലും കേൾക്കാൻ സുഖമുണ്ട്. CMMSന്റെ ദുഃഖം എൻ്റെ ദുഃഖമായി മാറുന്ന, കർദിനാൾ തിരുമേനിയുടെ ദുഃഖം എൻ്റെ ദുഃഖമായി മാറുന്ന, ഗുരുരത്ന ജ്ഞാന തപസ്യയുടെ ദുഃഖം എൻ്റെ ദുഃഖമായി മാറുന്ന ആ മാനസിക ഭാവമാണ് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരേണ്ടതും വളർന്നു വരേണ്ടതും നിലനിൽക്കേണ്ടതുമായിട്ടുള്ളത്. വിദ്വേഷത്തിൻ്റെയും കാലുഷ്യത്തിൻ്റെയും പരസ്പര വിശ്വാസമില്ലായ്മയുടെയും അന്തരീക്ഷം നമ്മളെ ആരെയും സഹായിക്കില്ല, നമ്മളെ ആരെയും വളർത്തില്ല, നമ്മളെ ആരെയും മുന്നോട്ട് കൊണ്ടുപോകില്ല. അതല്ല നമുക്ക് ആവശ്യം. ഈ മനോഹരമായ ഭൂമിയിൽ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഈ അവസരം കാലുഷ്യത്തിനും പരസ്പരം തമ്മിലടിക്കാനും വേണ്ടിയിട്ടുള്ളതല്ല. നന്മയുടെ പാതയിലൂടെ സമൂഹത്തെയും ജനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാനായി മാറണം.